കഞ്ഞിക്കുഴിയിലെ കർഷകരുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന വനംവകുപ്പിന്റെ ഗൂഢനീക്കത്തിനെതിരെ സാപ് സംഘടനയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു. ചുരുളിപ്പതാൽ യുവതാര ക്ലബ് ഹാളിൽ നടന്ന പരിപാടി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പദ്ധതിക്കായി ഇരട്ടയാർ അയ്യപ്പൻ കോവിലിൽ നിന്നും കുടിയിറക്കി ചുരുളിപ്പതാലിൽ കുടിയിരുത്തിയ 55-ൽ പരം കുടുംബങ്ങളുടെ കൃഷിഭൂമി വന്യമൃഗ സംരക്ഷണം എന്ന പേരിൽ വനംവകുപ്പ് കയ്യേറുകയും ഇടത്തട്ട് മലയണ്ണാമല പ്രദേശങ്ങളിൽ കർഷകരെ ദ്രോഹിക്കുന്ന വനംവകുപ്പിന്റെ നടപടിക്കെതിരെയുമാണ് സാപ് സംഘടനയുടെ പിന്തുണയോടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. വാർഡ് മെമ്പർ സന്ധ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗം CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ബോധപൂർവമായ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നമ്മുടെ കേരളത്തിന്റെ വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കം നടത്തുന്നതിന് അവർ ഉപയോഗപ്പെടുത്തുന്നത് ജനവാസ കേന്ദ്രങ്ങളുടെ വനഭൂമിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് പതുക്കെ ജണ്ടയിടും. ജണ്ട പ്രദേശത്തേക്ക് സാധാരണ ആൾ കയറാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ അവിടെ സ്വാഭാവികമായി വനമാവും. അപ്പോൾ ആന ഇറങ്ങി വരും. ആനയെ ഭയന്ന ആളുകൾ അവിടുന്ന് മാറ്റും. യഥാർത്ഥത്തിൽ നമ്മുടെ ജില്ലയിലെ കേരളത്തിലാകെയുണ്ട്, പ്രത്യേകിച്ച് ഇടുക്കി വയനാട് ജില്ലകളിൽ ജനങ്ങളെ ഓടിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് ഇപ്പൊ പോലീസും പട്ടാളം തോക്കുമൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആനയാണ്. കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലിസി ജോസ് കൺവീനറായും സാപ് ജില്ലാ പ്രസിഡന്റ് CB ആറക്കാട്ട് ചെയർമാനായും 21-അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ജൂൺ 13-ന് നഗരമ്പാറ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തുവാനും വനംവകുപ്പ് കയ്യേറിയ കൃഷിഭൂമി പിടിച്ചെടുക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. പരിപാടികൾക്ക് ടിജോ P ജോയി, അബ്ദുൾ അസീസ്, CV വിജയകുമാർ എന്നിവർ നേതൃത്വം നൽകി. ബിജു വൈശൻപറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.